ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ജോനുവിൻ്റെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ്. അത് നമ്മൾ വന്ദേ ഭാരതിലാണ് പോകുന്നത് അല്ലേ അല്ലേ ജോനു? ഇവിടെ ജോനു ട്രെയിൻ, ഇവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ടേ. അപ്പോൾ അത് കാണുന്നതിൻ്റെ സന്തോഷത്തിലാണ് ജോനു. അപ്പം നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ കണ്ണൂരേക്കാണ്. കണ്ണൂരിലോട്ടാണ്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. നമ്മുടെ ട്രെയിന് എത്ര 6:55 കേട്ടോ. അപ്പം അതിനാണ് നമ്മൾ പോകുന്നത്. മമ്മിയുണ്ട്, 2 മമ്മിമാരുണ്ട്. അങ്ങനെ നമ്മൾ യാത്ര തിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛനൊക്കെ പരിചയമുള്ള രാജുവെങ്കിലും ആൻറ്റിയാണ് യാദൃശികമായ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടുകൊണ്ടാണ് കേട്ടോ. പാസഞ്ചേഴ്സ് ആണ് നമ്മുടെ ഗസ്റ്റ്. കുവൈറ്റിലായിരുന്നു ഒരുമിച്ച്. രാജുവെങ്കിൽ ആൻറ്റി പേര് എന്തായിരുന്നു പറഞ്ഞു? ഏലിയമാമ ആൻറ്റി ഉണ്ട്. ഏലിയമാമയും രാജുവെങ്കിലും ഉണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു കുവൈറ്റിൽ. അങ്ങനെ ഇതാ നമ്മൾ കാത്തിരുന്ന വന്ദേ ഭാരത് ഇതാ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എനിക്കും നിങ്ങളെ പോലെ തന്നെ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് നമ്മുടെ മെട്രോ പോലെ ചെറുതായിരിക്കുമോ വലുതായിരിക്കുമോ എന്നുള്ള ഒരു ആകാംക്ഷ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഏകദേശം മെട്രോ പോലെ കണ്ടാൽ അതുപോലെ ആണ്. പക്ഷേ ഉള്ളിലേക്ക് കയറുമ്പോൾ അത് നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ക്ലീനും അതുപോലെ എല്ലാ സൗകര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഇനി ഞങ്ങൾ കയറാനുള്ള ഒരു ധൃതിയിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കും തിക്കുമാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളും ഒക്കെ കുറേ ഉണ്ട് കേട്ടോ. കണ്ണൂരും തൃശ്ശൂരുമാണ് നമ്മൾ ഈ വട്ടത്തെ നമ്മുടെ ട്രാവലിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ, കുഞ്ഞൊക്കെ ഉള്ളപ്പം കുഞ്ഞിൻ്റെ കുറേ ലഗേജ്, പിന്നെ നമ്മുടെ ലഗേജ്, അപ്പോൾ എല്ലാം കൂടെ നല്ലൊരു ലഗേജ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കയറ്റാനുള്ള ഒരു ധൃതിയിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് സീറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വന്ദേ ഭാരതിൽ എക്സിക്യൂട്ടീവ് ക്ലാസ് ഉണ്ട്, അതുപോലെ ചെയർ കാസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ക്ലാസ് ആണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് ക്ലാസ് ആണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. ചെയർ കാർ ആണെങ്കിൽ അത്രയും വരില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കയറിയപ്പോഴാണ് ഞാൻ ഒരാളെ കണ്ടത് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതാരായിരിക്കുന്നത് അറിയാം? അതെ, നിങ്ങൾ ഉദ്ദേശിച്ച ആൾ തന്നെ. ഇദ്ദേഹം അഭിനയിച്ച എല്ലാ സിനിമകളും നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അപ്പം സാറിനെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. നന്ദു എന്ന് പറയുന്ന സിനിമ ആക്ടറാണ്. അപ്പം ഞാൻ കയറി ഉടനെ പുള്ളി ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. ഞാനിങ്ങനെ എങ്ങനെ പോയി സംസാരിക്കും. ഞങ്ങളുടെ സീറ്റിൻ്റെ തൊട്ട് പുറകിലൊരു കൈ കാണുന്നില്ലേ, അതാണ് സാറ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഒരു ആക്ടറിനെ കാണാൻ പറ്റി നേരിട്ട്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. ഗൈസ്, എന്തോന്ന് ഇതാണോ ട്രേ? ആണോ? ഇതൊക്കെ എപ്പോൾ പഠിച്ചു? എല്ലാത്തിനും എല്ലാം നോക്കിയിട്ടാണല്ലോ വന്നേക്കുന്നത്. നമ്മുടെ ഫുഡ് എത്തി. ഫുഡ് നമ്മൾ കയറിയപ്പോഴത്തേക്കും ഫുഡാണല്ലേ. ആർക്കറിയാം ഇത് കഴിഞ്ഞാൽ വല്ലതും കിട്ടും. ദേ ജോനോ, വണ്ടി ജോനിന് എന്താ കൊണ്ടുവന്ന് നോക്കാം. നമുക്ക് കോൺഫ്ലെക്സ്, പിന്നെ ഒരു ഹണി, നമുക്ക് പാല് വരും. ഹണി കഴിക്കാം. ജൂനിയർ വേണോ കോൺഫ്ലെക്സും പാലും?
അപ്പോൾ ജോനു നിങ്ങൾ കണ്ട പോലെ തന്നെ ആദ്യം മുതലേ നല്ല ബഹളമായിരുന്നു കേട്ടോ. അവനെങ്ങനെ ഓടി നടന്നാൽ മതി. അതിനിടയ്ക്ക് നമ്മുടെ ഈ ട്രേ ഉണ്ടല്ലോ, ട്രേ ഒക്കെ വന്ന് അവൻ്റെ തലക്കൊക്കെ ഇടി കിട്ടിയായിരുന്നു. അപ്പോൾ എന്തായാലും ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ല. പിന്നെ ഇവിടെ നമുക്ക് കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ നന്നായിട്ട് കാണാൻ പറ്റും. കാരണം ഇതിൻ്റെ സീറ്റിൻ്റെ സൈഡിലുള്ള വിൻഡോ ഉണ്ടല്ലോ, വിൻഡോ ഭയങ്കര വലുതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഈ കാഴ്ചകളൊക്കെ നല്ല രസമാണ്, നമുക്കിങ്ങനെ ആസ്വദിച്ച് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മണ്ടവാരത്തിൽ കയറി. അപ്പം കറക്റ്റ് ഓൺ ടൈം കേട്ടോ. 6:53 ആകുമ്പോൾ കറക്റ്റ് 6:53 എത്തി. നമ്മളിപ്പോൾ കയറി സീറ്റ് അനുഭവിക്കുക. വന്ന ഉടനെ ഇവർ ഇത് സ്നാക്സ് കോൺഫ്ലെക്സും പാലും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. ജോലിന് രണ്ടൊന്ന് കോൺഫ്ലെക്സ് കൊടുത്തിട്ടുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യട്ടെ ജോലി. എന്തൊക്കെ ഇടിയപ്പവും മുട്ടക്കറിയാണ്. ഇപ്പം നമ്മൾ കോൺഫ്ലെക്സ് കഴിച്ച് തീർന്നില്ല, അതിൻ്റെ മുമ്പേ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിരിക്കുന്നു. ഇടിയപ്പവും മുട്ടക്കറിയും. പിന്നെ എന്തൊക്കെയുള്ള ഇതിന് നമുക്ക് വേറെ എന്തൊക്കെയുണ്ട് ഇത് കഴിഞ്ഞിട്ട് നോക്കിയാൽ കോൺഫ്ലെക്സ് കഴിഞ്ഞ് അടുത്ത ഇതിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഇടിയപ്പവും മുട്ടക്കറിയാണ്, വടയൊക്കെ ഉണ്ട്, ഉഴുന്നുവട, ചെറിയൊരു പാക്കറ്റ് ജ്യൂസ്, പിന്നെ ഹാൻഡ് സാനിറ്റൈസർ, ചോക്കോപ്പായി, പിന്നെന്താ അതൊക്കെ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ട്, കിറ്റ്, ലഞ്ച് പ്ലാൻ കിറ്റ്, ഫോട്ടോ സ്പൂണ്. ഇത് മുട്ടക്കറിയാന്ന് തോന്നുന്നു. യെസ്, മുട്ടക്കറി ഉണ്ട്. പിന്നെ ഇഡ്ഡലി ഉണ്ട്. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ട് കിട്ടിയ കേട്ടോ, മധ്യവർത്തി. പിന്നെ ഇതാണ് ഇടിയപ്പം. ഓ, അപ്പം കേട്ടോ, അപ്പം മുട്ടക്കറിയും അപ്പം അലുവ. ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഞാൻ അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് മാം ലൈഫ് ഓൺ ബോർഡ് വന്ദേ ഭാരത്? അടിപൊളിയല്ലേ? ജിബിയുടെ സിസ്റ്റർ ഇൻ ലോയും ഇവിടെ ട്രെയിനിലാണ്. ഇതപ്പം വന്ദേ ഭാരതിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ്. ഇതിലെ ചെയർ, ഈ 2 സീറ്റ് ഉണ്ടല്ലോ, ഈ കപ്പിൾ ചെയർസ്, ഇത് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെ തിരിഞ്ഞിരുന്ന് നമുക്ക് ഈ വിൻഡോയിലുള്ള ഈ വ്യൂസ് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുറയിലൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പ്രസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ സീറ്റ് തിരിക്കാം. ഇവിടെ ഒരാൾ നോവൽ വെച്ചുകൊണ്ടിരിക്കുക. നോവൽ വരുന്നത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. എങ്ങനെയുണ്ട് സ്റ്റോറി? കൊള്ളാം. ഇതിനെപ്പറ്റി ഒരു ബുക്ക് റിവ്യൂ ഇടണേ. ഓക്കെ, ഈ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഈ ബുക്ക് വായിച്ചു തീർന്നിരിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. എങ്ങനെയുണ്ടല്ലോ? ജോനിന് വായിക്കണമെന്നുണ്ട്. ഏത് ബുക്ക് ഉണ്ട്? ഫുൾ ലൊക്കേഷൻ കാണാൻ പറ്റും. ഷൊർണൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. അവയുടെ സ്പീഡ് നമുക്കറിയാൻ പറ്റും. സ്പീഡ് ഇപ്പം 110 km/h പറ. സീറ്റ് നമുക്ക് ഈ ഇവിടെ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്. ഈ ബട്ടൺ ഞെക്കിയാൽ നമുക്ക് ഈ താക്കുകയും സീറ്റ് താക്കുകയും. അങ്ങനെ നമ്മൾ കണ്ണൂരിലെത്തിയിരിക്കുകയാണ് ഗൈസ്. കണ്ണൂരിലെ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.